എത്ര പറഞ്ഞാൽ നിനക്കെന്താ മനസ്സിലാവാത്ത ഏതു? പോയി നോക്ക്. റെഡി സർ. എത്ര പറഞ്ഞാൽ നിനക്കെന്താ മനസ്സിലാവാത്ത ഏതു? ഇനി ഇത് മുന്നോട്ട് പോവില്ല. ഐ ആം ഫെഡ് അപ്പ് വിത്ത് യു. റെഡി അല്ലേ? റെഡി സർ. ടേക്ക് എടുക്കാം. എന്താ പേടിപ്പിക്കാ നീ? അത് വേണ്ട. കൂടി പോയാ നീ ആ വീടി അത്രയല്ലേ ഉള്ളൂ. ഇതൊക്കെ പറഞ്ഞ് എന്താ ഹരീഷ ഇത്? അവർക്ക് ക്യാരക്ടർ ശരിക്കും പറഞ്ഞു കൊടുത്തില്ലേ? പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സാർ. എന്നിട്ട് ഇതാണോ ആ സീന്റെ മൂഡ്? ഇതാണോ മോഡുലേഷൻ? ഇപ്പൊ തന്നെ എത്ര ടേക്കായി? ഹലോ, ആദ്യമായിട്ടാണോ ഡബ് ചെയ്യുന്നത്? അല്ല സർ, ചെറിയ ചെറിയ വോയിസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെ, ഇത് ഹീറോയിനാ. നിങ്ങളുടെ വോയിസ് ഒന്ന് ടെസ്റ്റ് ചെയ്തേ ഉള്ളൂ. ഹരീഷേ, ഇത് ശരിയാവൂല. ആ തന്നെ വിളി. അല്ല സർ, ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്യാം. വേണ്ട വേണ്ട, ടൈം വേസ്റ്റ്. ഹരീഷേ, വേറെ വല്ല ചെറിയ വോയിസ് ഉണ്ടെങ്കിൽ അപ്പം നോക്കാം. ശരി സാർ. അവരോട് പൊക്കേളാൻ പറഞ്ഞു കേട്ടോ. ഐഷു, നീ എവിടെയുണ്ട്? ഞാൻ മിഥുന്റെ സ്റ്റുഡിയോയിലുണ്ട്. എന്താടി? ഞാൻ അതിൽ വരട്ടെ? എനിക്കല്പം സംസാരിക്കാനുണ്ട്. എന്താ നിന്റെ ശബ്ദം വല്ലാതെ? ആകെ അപ്സെറ്റാ. പറയാം. നീ ഫ്രീ ആണോ? ഇവിടെ തിരക്കാ. എന്നാലും നീ വാ, നമുക്കപ്പുറത്ത് കോഫി ഷോപ്പിൽ ഇരിക്കാം. എങ്ങനെയാ പിടിച്ചെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എല്ലാരും കേൾക്കെ മൈക്കിൽ കൂടെ അയാൾ ഇൻസൾട്ട് ചെയ്തത്. പോട്ടടാ, വിട്ടുകളാ. ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ ഐഷു. ഈ സമയം കൊണ്ട് വേറെന്തെങ്കിലും ജോലിക്ക് പോയാൽ മതിയായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ മിസ് കൊച്ചിൻ, മിസ് കേരളയ്ക്ക് ബെസ്റ്റ് ഫോട്ടോജനിക് ഫേസ്, എല്ലാവരും കൂടെ ഇപ്പം സിനിമയിൽ ഹീറോയിൻ ആവുമെന്ന് പറഞ്ഞ് പിരികേറ്റി. എത്ര ഓഡീഷന് പോയി, എത്ര പ്രൊഡക്ഷൻ കമ്പനിയിൽ കയറി ഇറങ്ങി. എത്ര നാളായി ശ്രമിക്കുന്നു. നടക്കൂലെന്ന് തോന്നിയപ്പോൾ നിവർത്തികേടുകൊണ്ടാ ഈ ചെറിയ റോളെന്നും പറഞ്ഞ് പോകുന്നത്. 500 1000 എന്ത് കിട്ടിയാലും എനിക്കിപ്പോൾ അത് വലിയ എമൗണ്ടാണ്. മമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കാമല്ലോ. എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ ആരോടും പറയാറില്ല. നിന്നോടും പറഞ്ഞിട്ടില്ല ഇതുവരെ. ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ഐഷു. പപ്പ ഉണ്ടാക്കി വെച്ച കടങ്ങൾ, മമ്മയുടെ ചികിത്സ. ഇപ്പോൾ ഏറ്റവും വലിയ പ്രോബ്ലം വിവേക. ഏത് വിവേക്? അങ്ങനെ ഒരാളുണ്ട് എൻ്റെ ജീവിതത്തിൽ. കുറച്ച് ആള് വന്നിട്ടുണ്ട്. ഇതാണ് മോൾ ഡയാന. കൊച്ചിന്റെ മമ്മ ഹോസ്പിറ്റലാണ്, സുഖല്ലുണ്ട്, അഡ്മിറ്റ് ആണ്. അതാണ് മുറി. തുറന്നിട്ടേക്കണല്ലേ? വാ സാറേ. എല്ലാ സൗകര്യം ഉണ്ട് കേട്ടാ. ബാത്റൂം മാത്രം അപ്പുറത്താണ്. ഭയങ്കര കാറ്റാണ് കേട്ടാ. ഫാനൊന്നും വേണ്ട. ആ മോളെ, 6 മാസത്തെ അഡ്വാൻസ് 10,000 രൂപ വാടാ. പുള്ളി അമ്മയ്ക്ക്. പിന്നെ പുള്ളി വേറെ കാര്യം ചോദിച്ചു. മൂപ്പർക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോഴേ എപ്പോഴും അതെ വയറ്റിനത്ര പിടിക്കൂലെന്ന്. നമ്മുടെ കിച്ചനോടൊന്ന് ഉപയോഗിച്ചോട്ട് ചോദിച്ചു. അല്ല, ഭക്ഷണം പുള്ളി വെച്ച് കഴിച്ചോളൂ. ഏയ് അതൊക്കെ ബുദ്ധിമുട്ടാവും. കാലത്ത് 1 മണിക്കൂർ, വൈകുന്നേരം 1 മണിക്കൂർ, അത്രേ ഉള്ളൂ. എങ്കിൽ വാടക കൂട്ടി തരാന്ന്. എത്ര തരും? 15 പറയാം. മൂപ്പര് തരും. ഞാൻ മമ്മയോട് ചോദിക്കട്ടെ. എന്നാ കഴിക്കാനുണ്ട്? ഹേയ്, ഞാൻ ഉണ്ടായിക്കോളാം. അതെന്നാ, ഞാൻ ഉണ്ടാക്കിയാ കഴിക്കൂലേ? ഹേയ്, അതുകൊണ്ടല്ല, ഉണ്ടായിക്കോ. ഇത് കഴിയട്ടെ. ആ സമയത്താ മമ്മയുടെ ട്രീറ്റ്മെൻറ്റും സർജറിയും ഒക്കെ. മമ്മ മിക്കപ്പോഴും ഹോസ്പിറ്റലിലാണ്. ഇടയ്ക്ക് ഞാനും അയാളും വീട്ടിൽ ഒറ്റയ്ക്കാവും. ഞാൻ കുറച്ച് മീൻകറി ഉണ്ടാക്കിയിരുന്നു, ട്രൈ ചെയ്ത് നോക്കി. എങ്ങനെയുണ്ട്? കൊള്ളാലോ.
സൂപ്പർ. ആ ഓഫീസിലേക്കാണോ? അതെ. മമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? അങ്ങനെയൊക്കെ തന്നെ. പോരുന്നോ? എപ്പോഴാണ് അയാളോട് ഇഷ്ടം തോന്നി തുടങ്ങിയെന്ന് എനിക്കറിയില്ല. നാട്ടില് ഭാര്യയും കുട്ടിയും ഉണ്ടെന്നുള്ള കാര്യം അയാൾ മറച്ചൊന്നും വെച്ചില്ല. ആ ഫ്രാങ്ക്നെസ് തന്നെ ആയിരിക്കും ചിലപ്പോൾ അയാളോട് ഇഷ്ടം തോന്നാനുള്ള കാരണവും. ക്രൈസിസിൻ്റെ സമയത്ത് വലിയ ആശ്വാസമായിരുന്നു അയാളുടെ സപ്പോർട്ടും കെയറും. പലപ്പോഴും ഞാൻ നോക്കുന്നതിനേക്കാൾ നന്നായി അയാളും അമ്മയെ നോക്കി, അയാളുടെ അമ്മയെ പോലെ തന്നെ. അത് പക്ഷേ അയാൾ ശരിക്കും എക്സ്പ്ലോയിറ്റ് ചെയ്തു. ലിവിങ് ടുഗദർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം അമ്മയ്ക്ക് കലിപ്പായിരുന്നു. തീരുമാനം എടുക്കുമ്പോൾ പലവട്ടം ആലോചിക്കണമെന്നും അമ്മ പറഞ്ഞതാ. പക്ഷെ ഞാൻ കേട്ടില്ല. ഒരു പ്രത്യേക ക്യാരക്ടർ അയാളുടെ. മദ്യം കഴിക്കില്ല, ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കില്ല. എനിക്ക് അയാളെ തീരെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഐഷു. ചിലപ്പോൾ ഭയങ്കര സ്നേഹ, അത് റിയൽ ആണോ അഭിനയാണോ എന്നൊന്നും എനിക്ക് അറിയാനേ പറ്റുന്നില്ല. ചില സമയത്ത് എനിക്ക് അയാളെ കൊല്ലാൻ തോന്നും. പെർവേർട്ടഡ് സെക്ഷൽ മേനിയ. അതില്ലാതെ ഒരു രാത്രി പോലും അയാൾക്ക് ഉറങ്ങാൻ പറ്റില്ല. ആ സമയത്ത് വേദനിപ്പിക്കുന്നതാ അയാൾക്ക് പ്ലഷർ. വൈഫിന്റെ അടുത്തും അയാളിങ്ങനെ ആവോ? അതറിയില്ല. ആയിരിക്കും. നിനക്ക് അറിഞ്ഞൂടെ, ഇതൊരു തരം അസുഖ. പാർട്ട്ണറെ വേദനിപ്പിക്കുമ്പോൾ മാത്രമേ അവർക്ക് ഈ സെക്ഷൽ പ്ലഷർ കിട്ടുള്ളൂ. വെറുതെ എന്തിനാ സഹിക്കുന്നേ? അയാളെ ഒഴിവാക്കിക്കൂടെ നിനക്ക്? ഞാൻ ആലോചിക്കാറുണ്ട്. മമ്മയോട് പറയാൻ പറ്റാത്തോണ്ടാ. അതും കൂടെ താങ്ങാൻ പറ്റില്ല ആ പാവത്തിന്. ഞാൻ മോളുടെ പ്രോഗ്രാംസ് ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. ഇവള് കാണിച്ചു തരും. ആണോ? മമ്മയ്ക്ക് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. കുറെ പാട്ട് കേൾക്കും, പിന്നെ യൂട്യൂബും OTT മൂവീസൊക്കെ. ഓ ഞാൻ ഈ സ്റ്റാൻഡിൽ ഫോൺ വെച്ച് കൊടുക്കും. ശരി എന്നാ ഞാൻ ഇറങ്ങട്ടെ മാമ, കുറച്ച് തിരക്കുണ്ട്. ഓക്കെ. എപ്പോ എത്തും പുള്ളിക്കാരൻ? ഓഫീസിൽ നിന്ന് ഇറങ്ങിയ കുറെ ഉത്തേജക മരുന്നുകൾ വാങ്ങി വരും. നീ എനിക്ക് കുറച്ച് ക്യാഷ് തരുമോ? ഒരു 5000. നാളെ മമ്മയുടെ മരുന്ന് വാങ്ങിക്കണം. നല്ല വിലയാ. ഡബിങ് നടന്നെങ്കിൽ ഉണ്ടായിരുന്നേനെ. എല്ലാത്തിനും അയാളോട് ചോദിക്കാൻ ഒരു മടി. ഏയ് ഞാൻ ഇപ്പൊ തന്നെ ഗൂഗിൾ പേ ചെയ്യാം. ഡോണ്ട് വറി. ഓക്കെ. ഒരു വര വരച്ചു, ഒരു കുത്തിട്ടു. ഐ ഫോർ ഐസ്ക്രീം. ഗുഡ്. ഓക്കേടാ, അപ്പൊ ശരി. എടി മോളെ, ഇതിന്റെ അച്ഛൻ മോളെ അവിടെ നിൽക്കാൻ പറയണേ. ഇന്നേ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി അറിയാ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അച്ഛമ്മ അമ്പലത്തിൽ പോയില്ലെങ്കിലും ഞാൻ അമ്പലത്തിൽ പോയി വഴിപാടൊക്കെ കഴിച്ചു. ഇന്നാ പ്രസാദം കൊണ്ടുപോയി കൊടുത്തു നോക്കേ. മേടിക്കുമെന്നറിയില്ല. എനിക്കെങ്ങും വേണ്ട. ഓ എന്നതാ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരി. എനിക്കൊന്നും വിശ്വാസമില്ല. അങ്ങനെയൊന്നും അറിയത്തില്ലാത്ത പോലെ. അച്ഛന്റെ പെൻഷൻ വാങ്ങാം. അച്ഛൻ കൊണ്ടുവന്ന പ്രസാദം വാങ്ങാൻ പറ്റത്തില്ല. അതെ, ഇവിടെ തന്നെ ആയാമേ. നീ എന്റെ ഇത് മേടിക്കും കേട്ടോ. പെൻഷനേ എന്റെ അവകാശമാ, അത് ഞാൻ വാങ്ങിക്കും. അതുപോലാണോ ഇത്? വെഡിങ് ആനിവേഴ്സറി കരുതിന് വേണ്ട ഞാൻ ആചരിക്കാൻ പോകുന്നത്. അത് ശരി. എടി അച്ഛൻ ചായ എടുക്ക്. വേണ്ട മോളെ, ഞാൻ കുടിച്ചതാ. ഇന്നത്തെ പേപ്പറല്ലേ ഇത്? അച്ഛൻ ഇന്ന് ഇവിടുന്നുണ്ടാവേ. പൈലപ്പൻ ചേട്ടനെ വിളിച്ചോ? സച്ചിയോടും ഗായത്രിയോടും ഞാൻ വരാൻ പറയാം. നിന്റെ അമ്മായിമ്മ വെച്ച് വിളമ്പി തരുമെങ്കിൽ ഞാൻ ഉണ്ണാം. വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊടുത്തു വിടാം വെച്ചുണ്ടാക്കി. അതിന് ഇവിടെ ആരുടെയും മോചാരം വേണ്ട. ഡാ, നീ സിതാരെ മോളെ അങ്ങോട്ട് പോരെ, നമുക്ക് അവിടെ നിന്നുണ്ടാ. നിന്റെ അമ്മ വരുമെങ്കിൽ അവളെ കൂട്ടിക്കോ. സഖാവേ പോയാലോ? ഞാനൊക്കെ വരികയില്ല. എടാ, എന്നാ നിങ്ങൾ അവിടെ നിന്ന് പോരുമ്പോ ഞാൻ കുറച്ച് പായസം തന്നു വിടാം. അത് ചിലപ്പോ കുടിക്കുമായിരിക്കും. അച്ഛമ്മ അതേ കറുത്ത തുണി എന്നാത്തിനാ? കരിങ്ങോടി കെട്ടാൻ അച്ഛമ്മ പറഞ്ഞില്ലേ?